ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമാഷാൻ ടി ബി, സെബി രജിസ്ട്രേഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. ഏഷ്യയിലെ എല്ലാ മാർക്കറ്റുകളും ഇന്ന് മോർണിംഗിൽ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ അമേരിക്കയിൽ ഡൗ ജോൺസ് ഇൻഡെക്സ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. S&P 500 ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ്. അതേസമയം ടെക്നോളജി സ്റ്റോക്കുകളിൽ സ്ലൈറ്റ് സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു. AI റിലേറ്റഡ്, AI ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റഡ്, അതുപോലെ തന്നെ മെമ്മറി റിലേറ്റഡ് സ്റ്റോക്കുകളിലാണ് പ്രധാനമായും സെല്ലിംഗ് പ്രഷർ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വലിയ രീതിയിൽ മുന്നേറിയിരുന്ന സ്റ്റോക്കുകളായിരുന്നു. സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പ്രോഫിറ്റ് ബുക്കിംഗ്, അതുപോലെ തന്നെ ഓപ്പൺ AI പോലുള്ള AI ടൂളുകൾ ഉണ്ടാക്കുന്ന കമ്പനികളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള പല മെഷേഴ്സും ഭാവിയിൽ ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റുകൾ വളരെ കുറവ് മാത്രമാണ് AI ഉപയോഗത്തിന് ആവശ്യമായി വരുള്ളൂ എന്നുള്ള റിപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൂടിയാണ്. അതേസമയം ആപ്പിൾ ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മൈക്രോസോഫ്റ്റ് ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മറ്റ് സ്റ്റോക്കുകളെല്ലാം തന്നെ താഴെയാണ്. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഒക്കെ ഉണ്ട്. ഒപ്പം Q1 റിസൾട്ടുകൾ അടുത്ത ആഴ്ച മുതൽ വന്നു തുടങ്ങും. ഇന്ന് അമേരിക്കൻ മാർക്കറ്റുകൾക്ക് അവധിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് കാര്യമായിട്ടുള്ള രീതിയിലുള്ളൊരു ഇമ്പാക്റ്റ് ഒന്നും തന്നെ ഇന്നത്തെ യൂറോപ്യൻ മാർക്കറ്റിൽ കാണാൻ സാധ്യതയില്ല. അതേസമയം നമ്മളെ സംബന്ധിച്ച് നമ്മളിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. Q1 റിസൾട്ട് എക്സ്പെക്റ്റേഷൻ, അതുപോലെ തന്നെ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ നമ്മുടെ കോർപ്പറേറ്റുകളുടെ സ്ട്രെങ്ത്തിനെയാണ് കാണിക്കുന്നത്. സ്റ്റോക്ക് സ്പെസിഫിക് ആയ ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ അഡാനി എൻ്റർപ്രൈസസ് വലിയ രീതിയിലാണ് അലുമിനിയം സെക്ടറിലേക്ക് കടക്കാൻ പോകുന്നത്. അബുദാബി IHC ആയിട്ടൊരു ജോയിൻറ്റ് വെഞ്ചർ വരെയാണ്. 50-50 ആണ് സ്റ്റേക്ക് വരുന്നത്. $11.5 ബില്യൺ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. ഡീസൈലാണ്. തീർച്ചയായിട്ടും വേദാന്തയ്ക്കും ഹിൻഡാൽക്കും ഒരു കോമ്പറ്റീഷനാണ്. ഒപ്പം ബാങ്ക് ഓഫ് ബറോഡയ്ക്ക് NMC ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഫൈൻ അല്ലെങ്കിൽ വൺ ടൈം സെറ്റിൽമെൻറ്റ് ഓപ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാങ്ക് ഓഫ് ബറോഡ 5700 കോടി രൂപയാണ് അവരുടെ ബാലൻസ് ഷീറ്റിൽ നിന്ന് ഇറോഡ് ചെയ്യാൻ പോകുന്നത്. ഇന്നലെ തന്നെ ബാങ്ക് ഓഫ് ബറോഡ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതേസമയം മറ്റ് ബാങ്കുകളുടെ ഗൈഡൻസുകൾ വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം തന്നെ ബെറ്റർ ആണ്. കാത്തലിസ്രിയം ബാങ്ക് എക്സലൻറ്റ് ബിസിനസ് അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മാരിക്കോ എക്സലൻറ്റ് ബിസിനസ് അപ്ഡേറ്റ് ആണ്. ബജാജ് ഫൈനാൻസ്, സെഡ്മാക് മെക്കാട്രോണിക്സ്, M&M ഫൈനാൻഷ്യൽസ്, ഈ കമ്പനികളൊക്കെ ബെറ്റർ ബിസിനസ് ഗൈഡൻസുകളാണ് തന്നിരിക്കുന്നത്. Q1 റിസൾട്ടുകൾ ബെറ്റർ ആയിരിക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ തന്നെയാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഒപ്പം കമ്മോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഗോൾഡ്, സിൽവർ വീണ്ടും മുന്നേറാണ്. ഗോൾഡ് ഇന്ന് മോർണിംഗിൽ $4179 പെർ ഔൺസിനാണ് ട്രേഡ് ചെയ്യുന്നത്. സിൽവർ $62.16 പെർ ഔൺസിനാണ് ട്രേഡ് ചെയ്യുന്നത്. മറ്റ് കമ്മോഡിറ്റികളെല്ലാം തന്നെ ഇന്ന് മോർണിംഗിൽ ബെറ്ററാണ്. അതോടൊപ്പം ഇന്ത്യൻ റുപ്പിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ റുപ്പി ഇന്നലെ വീണ്ടും $, അഗൻസ്റ്റ് ആയിട്ട് വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് മിക്കവാറും ബെറ്റർ ആവും എന്നുള്ള എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ള 95.27 രൂപ പെർ ഡോളറിനാണ്. ഇതൊക്കെയാണ് പൊതുവെയുള്ള ന്യൂസ് ഫ്ലോസ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നല്ലൊരു ദിവസമാണ് ഇന്ന്. നല്ല രീതിയിലുള്ള മുന്നേറ്റമാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻസും അതുപോലെ തന്നെ ഇൻഡെക്സും മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. ഇന്നലെ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് നൽകിയിട്ടുള്ള ബ്രേവ് ഹാർട്ട് ബൈ 26-28 റേഞ്ചിൽ നൽകിയിട്ടുള്ള ബ്രേവ് ഹാർട്ട് ബൈ 24,400 കോൾ ഓപ്ഷൻ നല്ല രീതിയിലുള്ള ഒരു ഗെയിനാണ് ഇൻവെസ്റ്റേഴ്സിന് ഇന്ന് നൽകാൻ പോകുന്നത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു കാര്യം മനസ്സിൽ വയ്ക്കുക, നല്ല റാലിയിൽ നല്ല പ്രോഫിറ്റിലിരിക്കുന്ന പൊസിഷൻസിലൊക്കെ കുറേയൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന ഒരു കാര്യം ഡിസൈഡ് ചെയ്യുന്നത് നന്നായിരിക്കും. അതോടൊപ്പം തന്നെ കമ്മോഡിറ്റിയിൽ ഗോൾഡ് നല്ല രീതിയിൽ മുന്നേറിയതിന് ശേഷമുള്ള നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളത്. അതേസമയം ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഇപ്പോൾ പറയുന്നത് 2027 ഗോൾഡ് 5000-നും 6000-നും, അതായത് $5000-$6000 ഇടയിലുള്ളൊരു പ്രൈസിൽ ട്രേഡ് ചെയ്യാനാണ് ചാൻസസ് എന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൻ്റെ ഒരു ഇമ്പാക്റ്റിലാണ് ഗോൾഡ് വീണ്ടും മുന്നേറിയിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് താഴെ വരുമ്പോൾ ഇത്തരത്തിലുള്ള കമ്മോഡിറ്റികളിൽ ഗോൾഡിൽ ETF-ൽ കൂടെ ഇൻവെസ്റ്റ് ചെയ്യുന്നൊരു ഡിസിഷൻ നന്നായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററി അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.